ഇസ്രായേലും ഈജിപ്തും കൊമ്പ് കോർക്കുന്നു. സിനായ് ഉപദ്വീപിൽ ഈജിപ്റ്റ് സൈനിക വിന്യാസം നടത്തിയതാണ് ഇസ്രായേലിനെ ചൊടിപ്പിച്ചത്. മാത്രമല്ല ഇവിടെ സൈനിക കേന്ദ്രങ്ങൾ സ്ഥാപിക്കുകയും ചെയ്തു. ഇത് 1978 സമാധാന കരാറിന്റെ ലംഘനമാണെന്നും ഇസ്രായേൽ ആരോപിക്കുന്നു. ഈജിപ്തിന്റെ പ്രവൃത്തി ഗുരുതരമായ ലംഘനമാണെന്നാണ് ഇസ്രായേൽ ഔദ്യോഗികമായി തന്നെ ആരോപിക്കുന്നത്. നയതന്ത്ര സംഘർഷം ഉയർത്തുന്നതിൽ ഇസ്രായേൽ താക്കീത് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഈജിപ്തിന്റെ സൈനിക വിന്യാസം ഇസ്രായേൽ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണ്. ഇസ്രായേൽ ഗസ അതിർത്തിയിൽ ഈജിപ്തിന്റെ പ്രവൃത്തികളെക്കുറിച്ചുള്ള ദൃശ്യങ്ങളും സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. വെടിനിർത്തൽ കരാറിൽ മുഖ്യ പങ്ക് വഹിച്ചത് ഈജിപ്റ്റാണ്. പലസ്തീൻ അഭയാർത്ഥികളെ ഈജിപ്തിൽ താമസിപ്പിക്കണമെന്ന US നിർദ്ദേശം തള്ളിക്കളഞ്ഞതോടെയാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ സംഘർഷം ഉടലെടുത്തത്. വെടിനിർത്തൽ പോലും പാലിക്കാതെ പ്രകോപനവുമായി ഇസ്രായേൽ മുന്നോട്ടു പോവുകയാണ്. മിഡിൽ ഈസ്റ്റിൽ സംഘർഷം മറ്റൊരു തലത്തിലേക്ക് നീങ്ങുന്നു. ഗസയിലെ പലസ്തീനികളെ ജോർദാനിലേക്കോ ഈജിപ്തിലേക്കോ ഒഴിപ്പിക്കണമെന്ന ട്രംപിന്റെ നിർദ്ദേശം വലിയ വിവാദമായി മാറി. ലോകരാജ്യങ്ങൾ, പ്രത്യേകിച്ച് അറബ് രാജ്യങ്ങൾ ശക്തമായ പ്രതികരണവുമായി എത്തി. അതിനിടെ ഇസ്രായേലിന് മുന്നറിയിപ്പുമായി ഈജിപ്തും എത്തി. ഗസ പ്രതിസന്ധി രൂക്ഷമായി തുടരുന്നതിനിടെ ഇസ്രായേലും ഈജിപ്തും തമ്മിലുള്ള സംഘർഷവും തീവ്രമാവുകയാണ്. ഈജിപ്തിന്റെ സൈനിക ശക്തിയെ ഇസ്രായേൽ വിലകുറച്ച് കാണരുതെന്ന മുന്നറിയിപ്പ് ഈജിപ്തിലെ നിയമസഭാ അംഗം മുസ്തഫ ബക്രി നൽകി. ഈജിപ്തിന്റെ സൈന്യത്തിന് ഒരു ദിവസം കൊണ്ട് ടെലവീവ് പിടിച്ചെടുക്കാൻ കഴിയുമെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. ഏത് സുരക്ഷാ ഭീഷണികൾക്കും ശക്തമായ മറുപടി നൽകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഈജിപ്തിനെതിരെ സൈനിക നടപടിയുമായി വന്നാൽ ശക്തമായി തിരിച്ചടിക്കുമെന്നാണ് ഇസ്രായേലിന് ബക്രി മുന്നറിയിപ്പ് നൽകിയത്. ഇസ്രായേലിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഈജിപ്തിൽ ഉയരുന്നതെന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇസ്രായേലിലെ നാസിഫ് വെബ്സൈറ്റിൽ വന്ന ഒരു റിപ്പോർട്ടാണ് ഈജിപ്തിനെ പ്രകോപിപ്പിച്ചത്. ഇസ്രായേൽ വെബ്സൈറ്റ് ഒരു സാങ്കല്പിക സൈനിക സാഹചര്യമാണ് വിശദീകരിക്കുന്നത്. യുദ്ധത്തിൽ ഈജിപ്തിലെ ഹൈഡാമിൽ ഒരു ആക്രമണം ഉണ്ടായാൽ എന്ത് സംഭവിക്കുമെന്നാണ് റിപ്പോർട്ട് സാങ്കല്പികമായി അവതരിപ്പിക്കുന്നത്. ഇത് അറബ് രാജ്യങ്ങളിൽ വലിയ പ്രതിഷേധം ഉയർത്തി. ഒപ്പം ഇസ്രായേലും ഈജിപ്തും തമ്മിലുള്ള സംഘർഷം വർദ്ധിപ്പിക്കുകയും ചെയ്തു. സൈനിക വിശകലനം നടത്തുന്ന വെബ്സൈറ്റാണ് നാസിഫ്. ബങ്കറിനെ തകർക്കുന്ന മിസൈലുകളും അത്യാധുനിക ആയുധങ്ങളും ഉപയോഗിച്ച് അണക്കെട്ട് പൊളിക്കുകയോ ഭാഗികമായി തകർക്കുകയോ ചെയ്താൽ എന്ത് സംഭവിക്കുമെന്നാണ് വിശകലനത്തിൽ പറയുന്നത്. ഇത് വിനാശകരമായ വെള്ളപ്പൊക്കം ഉണ്ടാക്കുമെന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. മിനിറ്റുകൾക്കുള്ളിൽ ദശലക്ഷക്കണക്കിന് ക്യൂബിക് വെള്ളം നൈൽ താഴ്വരയിലൂടെ കുതിക്കും. ലെക്സർ, അസ്വാൻ തുടങ്ങിയ പ്രദേശങ്ങളിൽ വെള്ളപ്പൊക്കം ഉണ്ടാകും. അടിസ്ഥാന സൗകര്യങ്ങൾ നശിപ്പിക്കും, റിപ്പോർട്ടിൽ പറയുന്നു. നാസിഫ് റിപ്പോർട്ട് അനുസരിച്ച് അണക്കെട്ടിന്റെ തകർച്ച സൈനിക താവളങ്ങളെയും വ്യാവസായിക സൗകര്യങ്ങളെയും ഇല്ലാതാക്കും. വിശാലമായ പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലാകും. ആദ്യ മണിക്കൂറുകളിൽ ആയിരക്കണക്കിന് ആളുകൾ മരിക്കും. പ്രത്യേകിച്ച് ഗ്രാമപ്രദേശങ്ങളിൽ 20 ദശലക്ഷത്തിലധികം ജനങ്ങളുള്ള ഖെയ്റോയെ വെള്ളപ്പൊക്കം ഗുരുതരമായി ബാധിക്കുമെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഈ റിപ്പോർട്ടിന് പിന്നാലെയാണ് പ്രതികരണവുമായി ഈജിപ്തും എത്തിയത്.